Ready. ഇത് പോയി കാണാൻ വഴിയില്ല. കാരണം പറയാം ഇത് മുകളിലേക്ക് മണ്ണ വേണം. കാരണം ഈ പഴയ തറ ഉണ്ടോ അതാണ് വീടിന്റെ അല്ല പഴയ മൂന്നിനടുത്ത് അതാണ് ആ തേക്കണ്ട. അതിന്റെ അവിടെ നിന്ന് ഒരു ചെറിയ കുഴി വരും. ഈ കുഴി വെച്ച് മണ്ണിട്ട് ഈ കല്ല് കാണുന്നില്ലേ? ഈ കല്ല് ഇവിടെ ഉണ്ടായിരുന്ന കൊടക്കല്ലിന്റെ തന്നെ ഭാഗമാണെന്ന് ഉറപ്പിച്ച് പറയാവോ? അതെ അതെ, ഇതുണ്ടായിരുന്നു. ആ കൊടക്കല്ലിന്റെ ആകൃതി എന്തായിരുന്നു? വട്ടത്തിലായിരുന്നു. ഒരടി കനത്തില് പലക പോലെ ഇങ്ങനെ ഇത് കീഴോട്ടേക്ക് താത്തിയിട്ടേക്കാണ്. അത് 4 വശവും ഇങ്ങനെ ചാരി കൊടുത്തേക്കാറുണ്ട്. അതിൻ്റെ തെക്കേ സൈഡിൽ കരിങ്കല്ലുക്ക് വേറെ റൂം, വടക്കേ സൈഡിൽ ഇത് ഈ വെട്ടുകല്ലുകൊണ്ടുള്ളത്. അങ്ങനെയാണ്. കരിങ്കല്ലുണ്ടായിരുന്ന എന്ത് വലിപ്പം ഉണ്ടായിരുന്നുണ്ടാവും? അത് ഒരു 3/4 അടി കനത്തിലുള്ള പാറ ഇങ്ങനെ പലക പോലെ ആയിരിക്കണം. ഇത് ഇങ്ങനെ 4 വശത്തുനിന്ന് ഇങ്ങനെ ചാരി ഓരോ കല്ല് അടിയിൽ വിരിച്ച് ഇങ്ങനെ ഇട്ടായി. പിന്നെ മോൾക്കല്ല് ഇവിടെയൊക്കെ ഉടഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അത് തട്ടി കൊടുത്ത് കട്ടിക്കളഞ്ഞു. ഇത് ഇപ്പോൾ ഇവരിത് ഉടച്ച് കാട്ടിക്കളഞ്ഞു. അത് ഇങ്ങനെ ഒരു തോട് എടുത്ത് ഇങ്ങോട്ട് കൊണ്ട് വെള്ളം കളയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എടുത്തു. അപ്പോഴത് പോയത്. അതാകെ നാശം വന്നു പോയി. ഇത് ഇത്രയും സ്ഥലം ഇങ്ങനെ പൊന്തി കിടക്കുന്നത് ശരിക്കും കാണാം. ചേട്ടൻ്റെ ചെറുപ്പത്തിലെ ഇത് ഇതിനേക്കാളും കൂടുതലുണ്ടായിരുന്നോ? ഇല്ല, ഈ ഒരു 1.5 അടി പൊക്കത്തിൽ ഭിത്തി ഇങ്ങനെ പൊന്തി നിന്നൊക്കെ ഉണ്ടായി. അത് നമുക്ക് കാണാൻ എപ്പോഴും കാണാം. ചേട്ടൻ്റെ പേരെന്താ? പത്മനാഭൻ. വീട്ടുപേര്? അപ്പനക്കുഴി. ഇവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇവിടെ ഒരു നിറയും പിന്നെ കൊടക്കല്ലും പഴയൊരു ആലും കുറേ നന്നങ്ങാടികളും പിന്നെ കുറേ പ്രതിഷ്ഠകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. എന്താണ് അറിയാം ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ വിഗ്രഹം ഇവിടെ നിന്നാർന്ന ആലിൻ്റെ കടയ്ക്കാണ് ഇപ്പോൾ ഇരുന്നാർന്നത്.
അത് ഇപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ഈ സ്ഥലം ഇങ്ങനെ ഒരു 62 സെൻറ്റ് സ്ഥലമാണ് മൊത്തമുള്ളത്. അത് വാങ്ങിച്ചതിന് ശേഷമാണ് ഈ ഒരു അമ്പലം ഞാൻ സ്വന്തമായിട്ട് പണിത് ഇരുത്തി 13 സെൻറ്റ് സ്ഥലം എന്നെക്കൊണ്ട് ഇതിൻ്റെ പൂജകാലം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാണ്ട് വന്നപ്പോൾ നാട്ടുകാർക്ക് ഒരു 74 വീട്ടുകാർക്ക് ഇഷ്ടദാനമായിട്ട് ഞാൻ കൊടുത്തതിന് ശേഷം അവരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ ഈ സ്വന്തമായിട്ടാണ് ഈ അമ്പലം പടം. അതുകൂടാതെ 13 സെൻറ്റ് സ്ഥലം ഇഷ്ടദാനമായിട്ട് ഞാൻ. ഈ ആല് വളരെ വലിയ ആലായിരുന്നു. വലിയ ആലെന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 140 ഇഞ്ച് വണ്ണം വരും. അത്ര. അത് ഏകദേശം എത്ര കൊല്ലെങ്കിലും പഴക്കമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് എൻ്റെ ഈ കോലത്താരായിട്ടാണ് അത് വെച്ചതെന്ന് പറഞ്ഞ കേട്ടോ. എൻ്റെ അച്ഛൻ ഇവിടെ വന്ന കാലത്ത് ഇത് ഏതാണ്ട് ഒരു 10-30 ഇഞ്ച് വണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അവർക്ക് ഒന്ന് കുളിച്ച് തൊഴേണ്ട ആവശ്യത്തിനായിട്ടാണ് ഈ വിഗ്രഹം ഇവിടെ വെച്ചത്. ഏത് കോലമാണ്? ഈ അടിച്ചിലി കോലം. അടിച്ചിലി കോലത്തിൻ്റെ കാലത്ത് പോലും അവരതിനെ ആദരവോടുകൂടെ തന്നെ നോക്കി വന്നു. ഈ മുനിയറ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അത് ആ സ്ഥലത്ത് ഇപ്പോൾ ഒരു പാറയും അരികിൽ മുകളിലായിട്ട് ഒരു വശത്തെ പാറയും മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ വടക്ക് വശത്തുള്ള പാറയും പിന്നെ അതിൻ്റെ മുകളിലെ പാറയും എവിടേക്ക് പോയിട്ടുണ്ടാവും എന്നൊക്കെ അറിയാം. മുകളിലുള്ള പാറ അവിടെ തന്നെ നീങ്ങി കിടപ്പുണ്ടായിരുന്നു. ഒരു കല്ല് കിടപ്പുണ്ട്. അത് ഒക്കെ ഉടഞ്ഞു പോയി. അത് ഇവർ വന്നതിന് ശേഷമാണ് ഇത് ഉടച്ചു കാട്ടി കളഞ്ഞത്. അവരുടെ വണ്ടി നിരത്തിലിടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഉടച്ചു കാട്ടി കളഞ്ഞു. പിന്നെ ഇതിന് ശേഷം ഈ കിടക്കുന്ന ഈ പോൺകാറിൽ നിന്ന് വരുന്ന വെള്ളം, മോട്ടറടിച്ച് വരുന്ന വെള്ളം ഇതിൽ ഇടാൻ വേണ്ടിയിട്ട് അവർ തോട് കീർത്താക്കി. ആ തോട് എടുത്തപ്പോൾ ഈ മുനിയറ ഒക്കെ നാശമായിട്ട്. അപ്പോൾ ഇവിടെ കൊടക്കല്ല് വെട്ടുകല്ലുകൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്ന ആ സാധനം അപ്പം തന്നെയാണ് പോയത്. അപ്പോഴാണ് പൊടിഞ്ഞു പോയി. അപ്പോൾ അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്വാറിക്കാർ ആ വെള്ളം ഇതിലെ വിടുന്നത് വരേക്കും ആ സാധനം ശരിക്കും ഇടാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ ഈ കരിങ്കല്ലിൻ്റെ കട്ടിയുള്ളതും അത് തന്നെയല്ല ഇതിൻ്റെ ബ്രേക്ക് കൊണ്ട് ഇങ്ങനെ ചെരിച്ചിടിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇടിക്കാനേ പറ്റും. അങ്ങനെ ഇടിക്കേണ്ട വന്നപ്പോൾ അത് ഉടച്ച് കളയാൻ പറ്റാണ്ട് വന്നപ്പോൾ വെള്ളം ഇങ്ങനെ പോരില്ല. ഇത് ഒരു 3 മീറ്റർ താഴ്ച വരെ അവർ താത്തി, ജെസിബിക്ക് താത്തി കഴിഞ്ഞിട്ട് ഈ പല പോലെ ഇങ്ങനെ കിടക്കണ റൗണ്ട് പൊക്കിയിട്ട് കൊണ്ടുവന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവർ ഇത് ഉടച്ച് കളയാൻ നോക്കിയിട്ട് അത് ഇടിച്ചു നോക്കി, ഉടഞ്ഞില്ല. ഉടയാണ്ട് വന്നപ്പോൾ അവരെ എന്താ വെച്ചാൽ ആ തോട് അങ്ങോട്ട് നിരത്തി സമനിരപ്പാക്കിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇപ്പോഴും ആ സാധനം അവിടെ കിടക്കണ്ടാവും വിചാരിക്കുന്നുണ്ട്. അതുണ്ട്. അപ്പോൾ പഴയ മുനിപ്പാറയുടെ ആ വിരിപ്പാറ ഇപ്പോൾ അതിൻ്റെ അടിയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ടാവും. അപ്പോൾ വെട്ടുകല്ലുകൊണ്ട് ഉണ്ടാക്കിയായിരുന്ന കൊടക്കല്ല് ഇപ്പോൾ പൊടിച്ചു പോയി അല്ലേ? അവരാണ് പൊടിച്ചത്. അതാണ് ചേട്ടൻ കുറച്ച് നേരത്തെ അവിടെ ഒരു അവശിഷ്ടം കാട്ടി തന്നത് അതിൻ്റെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു മുനിയറ ഉണ്ടായിരുന്നു, കൊടക്കല്ലുണ്ടായിരുന്നു, ഒരു പാറ പോലെ തന്നെ ഒരു കല്ലുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഒരു പ്രത്യേക പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു പ്രതിഷ്ഠ? ശാസ്താവിൻ്റെയാണ്. അത് ശംഖാണ്. ശംഖാണ്. ശാസ്താവിൻ്റെയാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അതായത് കോലക്കാരൊക്കെ നാളേരം മുട്ടലും പിന്നെ വിളക്ക് ഇതൊക്കെ നടത്തുന്നുണ്ട്. അവർ പുഴയിൽ പോയി കുളിച്ചുകൊണ്ട് പോകുന്ന ഇത് നാളേരം മുട്ടി തിരിവെച്ചതിന് ശേഷം നാളേരം മുട്ടിയിട്ട്. പിന്നെ ഇവിടെ ഈ കാണുന്ന പറമ്പിലെല്ലാം ധാരാളം നന്നങ്ങാടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. പഴയ കാലത്തൊക്കെ ഇതിങ്ങനെ ഇടിച്ച് ഇങ്ങനെ ഈ കൃഷിക്ക് വേണ്ടിയിട്ട് നിരപ്പാക്കുമ്പോൾ ഇതിങ്ങനെ കിട്ടുള്ളൂ. ധാരാളം നന്നങ്ങാടികളിലൂടെ ഉണ്ടായിരുന്നു. ഈ വശത്തൊക്കെ നന്നങ്ങാടികൾ ഉണ്ടായിരുന്നു. 6 ലെയർ ഈ കുടങ്ങൾ ഇങ്ങനെ നിരത്തി കുഴിച്ചിട്ടുണ്ട് കാണാറുണ്ട്. അന്ന് ഞങ്ങൾ എന്താ വെച്ചാൽ ഈ മണ്ണ് കൊത്തി ഇളക്കിയിട്ട് ഇതിൻ്റെ ശരിക്കും ഞവരിക്കും അങ്ങോട്ട് പിടിച്ച് മണ്ണ് നീക്കി കഴിയുമ്പോണ്ടല്ലോ ഇത് റൗണ്ടിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. റൗണ്ടിൽ ഇങ്ങനെ കുഴിയെ പോലെ കിടക്കുന്നത് അത് ഒരു 2 മീറ്റർ നീട്ടം അകലത്തിൽ കണക്കാക്കിയിട്ടാണ് ഇത് കിടക്കുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാലും ചില പറമ്പുകളിൽ ധാരാളം നന്നങ്ങാടികൾ കിട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ ധാരാളം നന്നങ്ങാടികൾ ഉള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 100 നന്നങ്ങാടികളെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കും. അത് ഉദ്ദേശം കാണണം.
100 എന്തായാലും ഉണ്ടാവും. അത്ര അധികം ഉണ്ടായിരുന്നു. ഗേറ്റ് വരെ എൻ്റെ അനുഭവത്തിലുള്ളതാ. അപ്പൊ ഈ ഗേറ്റിന്റെ തൊട്ടപ്പുറത്ത് ക്വാറിയാണല്ലോ. അതിനകത്തോടെ അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ക്വാറി പ്രവർത്തിക്കുന്ന ചുറ്റുവട്ടത്തിന് എന്താ പറയുക, 100 കണക്കിന് നന്നങ്ങാടികൾ ഇതിനകത്ത് ഇപ്പോഴും ഉണ്ടാവാം. കുറേ എണ്ണം നശിച്ചുപോയി. ആ അവസ്ഥയാണുള്ളത് അല്ലേ? ശരി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ പുരാതനമായിട്ട് കുറേയും കൂടെ അങ്ങോട്ട് നീങ്ങിയിട്ട് കുറേ പഴയ ക്ഷേത്രങ്ങളുടെയൊക്കെ പോലെ തന്നെ പടവുകളും സ്റ്റെപ്പുകളും ബാക്കി ഒരു ശിലാപാളികളൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നു. അത് ഉള്ളതാണ്. ഇപ്പോൾ എൻ്റെ വളത്തിൻ്റെ വടക്കേ അരുവിനാണ് ഇപ്പോൾ ആ പാളി കാണുന്നത്. പിന്നെ പാറക്കട ആ ഗേറ്റിന് അപ്പുറത്തുണ്ടായിരുന്നു. അത് കുറേയൊക്കെ അതിന് മണ്ണിൻ്റെ അടിയിൽ മൂടി കിടക്കുന്നുണ്ട്. ഇപ്പോഴും അത് കാണിച്ചു തരാൻ പറ്റും? കാണിച്ചു തരാനായിട്ട് ഇപ്പോൾ പറ്റില്ല. അവർ ഇങ്ങനെ മണ്ണിട്ടൊക്കെ മൂടി കളഞ്ഞിരിക്കും. അത് പാറക്കടയിനകത്ത്. അപ്പോൾ ശരി. അപ്പോൾ ഇവിടെ മുമ്പൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്ന സാഹചര്യമുണ്ട്, കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? അത് കൃത്യം ഏത് സ്ഥലത്താണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ആല് ഇവിടെയാണുള്ളത്. ആലിവിടെ. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഇപ്പോൾ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ക്ഷേത്രമാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ പാറക്കട ഭൂമി ഇരിക്കുന്ന സ്ഥലത്ത് എവിടെയോ ആയിരിക്കണം അത് അല്ലേ? അങ്ങനെ ആയിരിക്കണം. പിന്നെ ഇവിടുന്ന് പുഴയിലേക്ക് എത്ര ദൂരമുണ്ട്? ഇവിടുന്നൊരു 125 മീറ്റർ വരുള്ളൂ. ഈ ക്വാറികളുടെ പ്രവർത്തനം ഇതിനെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമെന്ന് കരുതുന്നുണ്ട്? ഇതിന് ബാധിക്കുന്നുണ്ട്. അമ്പലത്തിൽ ബാധിക്കുന്നുണ്ട്. അമ്പലത്തിന് എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? അമ്പലത്തിൽ ജെർക്കാണ് കൂടുതൽ. ജെർക്ക് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ വാർത്തേക്കണ ആ കമ്പി ഇട്ടേക്കുന്നത് അതിന് പിടിച്ചിരിക്കുന്ന സിമെൻറ്റ് കട്ട പൊളിഞ്ഞ് ഇങ്ങോട്ട് താഴ്ത്തി 4 മൂലയിൽ പുറത്ത്. പിന്നെ ചുറ്റുവശമുള്ള തൂമാനം അത് പ്രതിഷ്ഠയ്ക്ക് എന്താ പറയുക, ചെറിയ എന്താ പറയുക ഇളക്കം തട്ടിയിരിക്കുന്നതായിട്ട് ശാന്തി പറയുന്നത് ഉള്ളതാണ്. ഇളക്കം തട്ടിയെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അടിത്തറ മാത്രമേ ഇത് ഉറപ്പിച്ചിട്ടുള്ളൂ. മറ്റുള്ളത് ഇങ്ങനെ അതിനെ ഇരിക്കുന്നത്. എന്നിട്ട് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അന്നത്തെ നിലയ്ക്ക് ഒരു 50,000 രൂപ വേണം. അത് എന്നെ കൊണ്ട് എടുക്കാൻ പറ്റാമെന്ന്. അതായത് ഈ ആലിൻ്റെ കടയ്ക്ക് ഇതുപോലെ പൊത്താത്ത കല്ലാണ്. പുളി വെച്ചൊന്നും ചെയ്തിട്ടില്ല, ഡ്രസ് ചെയ്തിട്ടില്ല. പക്ഷേ മിനിറ്റ് ഈ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തിട്ടില്ല. ഇവിടെ ആദ്യത്തെ ആലുണ്ടായിരുന്നു. ഈ ആലിന് നമ്മൾ കൊണ്ടത്തന്നെയാണ്. അപ്പൊ അത് ആല് മുറിച്ച് കഴിഞ്ഞിട്ട് മറ്റൊന്നാക്കി
അട്ടെ ഇപ്പൊ എന്തെങ്കിലും ചേട്ടാ ടൗൺ വരെ എത്തിക്കണ്ടേ ഇതാ, അവിടെ വരെ ഉണ്ടോ?